നമസ്കാരം, ഞാൻ മൃണാൾ. കൊച്ചിയിൽ ഒരുപാട് പേര് എന്നോട് റെക്കമെൻഡ് ചെയ്ത, കാര്യപ്പെട്ട ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത റെസ്റ്റോറൻ്റ് ആണിത്. ദ ബെസ്റ്റ് സീ ഫുഡ് എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇതിന്റെ പേര് ഫിഷ് മാർക്കറ്റ് എന്നാണ്. കുറേ നാളായിട്ട് സേവ് ചെയ്ത് വെച്ച ഈ സ്ഥലം ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മുടെ ജോഫിൻ, രേഖാചിത്രത്തിന്റെ സംവിധായകൻ, കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഇന്ന് അവിടെ പോകണമെന്ന് തീരുമാനിച്ചിറങ്ങിയതാ. മംഗലാപുരം ഫുഡ് എൻ്റെ ഫേവറേറ്റ് ആണ്. നീർദോശ മുതൽ ചോറ് മുതൽ മീൻകറി മുതൽ ഗീ റോസ്റ്റ് എല്ലാം പുറത്തുനിന്ന് മേടിച്ച അച്ചാറാണ്. കുറച്ച് പുളിശ്ശേരി ഇവിടെ ഒഴിച്ചു, കുറച്ച് സാമ്പാർ ഇവിടെ ഒഴിച്ചു. വേറെ എന്ത് കറിയാണല്ലേ? ആയിക്കോട്ടെ, മീൻകറി ഇവിടെ ഒഴിച്ചു. മീൻകറി കുറച്ചൊന്നും അവിടെ ഒഴിച്ചു. ഞാൻ കാസർഗോഡ് LBSൽ എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി മംഗലാപുരത്ത് സെൻറ്റ് അലോഷ്യസിൽ ഡിഗ്രിക്ക് പഠിക്കുന്നത്. ആ സമയത്ത് കള്ളവണ്ടി കയറി മംഗലാപുരത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ച കാലം മുതൽ അതിനുശേഷം നാരായണ, മച്ചലി, തിമ്മപ്പ, ഒരുപാട് മംഗലാപുരം, ഉടുപ്പി റെസ്റ്റോറൻറ്റുകളിൽ ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്. ഈ പ്രതീക്ഷകളുടെ ഭാരവുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. മീൻകറി തിരക്കണ്ടല്ലേ? ആക്ച്വലി ഈ പ്ലേറ്റിൽ ആ മീൻകറിക്ക് മാത്രമേ ചൂടുള്ളൂ. ഞാൻ ഈ വർഷം കണ്ട ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ ഒന്നിൻ്റെ ഡയറക്ടറെ ഊണ് കഴിക്കാൻ വിളിച്ചപ്പം ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നത്. ഞാൻ അവിടെ പോയി തകർക്കും, ഭയങ്കര നല്ലതായിരിക്കും. പക്ഷെ ഇതിങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേറെ ഇപ്പോൾ ഒന്നും വേണോ? ആയിക്കോട്ടെ, കിച്ചൺ ക്ലോസ് ചെയ്തോളൂ, അതാവും നന്നാവുക. ജോഫിനെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം വളരെ സോഫ്റ്റ് സ്പോക്കണാണ്. നല്ല സുഖമായിട്ടിരുന്നിട്ട് തിമിർത്ത് കഴിക്കാം, നല്ല അഭിപ്രായം പറയാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാനായിട്ട് സജസ്റ്റ് ചെയ്ത സ്ഥലവുമാണ്. മൂപ്പര് ശരിക്കും കുടുങ്ങിപ്പോയി. ഇത് റെക്കമെൻഡ് ചെയ്ത ആൾക്കാർ വന്ന സമയത്ത് നല്ലതായിരുന്നിരിക്കും. ആവോലി തിരക്കില്ല അല്ലേ? അത് നല്ലതാണോ? ഇതെന്താണോ ആണല്ലേ? നീർദോശയും ആ സ്ക്വിഡും മാത്രം വാങ്ങിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടാനല്ലേ? ഗീ റോസ്റ്റ് കൊള്ളാം അല്ലേ? ആക്ച്വലി ഒരാൾ വന്നിട്ട് നീർദോശയും ഈ ഗീ റോസ്റ്റും ആ തവ ഫ്രൈയും മേ ബി ഈ കറിയൊക്കെ ഓർഡർ ചെയ്താൽ ഓക്കെ ആയിരിക്കും. ഈ സാധനം ഭയങ്കര ഡ്രൈ ആണ്. ഇതൊരു ആവറേജ് കറിയാണ്. കുട്ടി അയക്കൂറിയ, ഒരു കൈലയുടെ സൈസുള്ള അയക്കൂറിയ. അവിടെ തന്നെ പരിപാടി പൊളിഞ്ഞു, കാരണം ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. പരിപാടി കംപ്ലീറ്റ് തീർന്നു. 2800 ചില്ലറ രൂപയുടെ ഫുഡാണിത്. യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഫിഷ് പഴയതല്ല. ഒരിക്കലും നമുക്ക് ഫ്രഷ് ഫിഷിനൊന്നും കൊച്ചിയിൽ വിലയിടാൻ പറ്റില്ല അല്ലേ? സത്യമല്ലേ? ഈ ആവോലി തലയുണ്ടല്ലോ, ദിസ് ഇസ് ഫാബുലസ്. പക്ഷേ ഈ പറയുന്ന പെർ ഹെഡ് ഒരു 800 അല്ലെങ്കിൽ 700 വരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ മീൽസിന് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് തരിക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്ലേറ്റ്, ഇതെല്ലാം പ്ലാസ്റ്റിക് പ്ലേറ്റാണ്. പ്ലാസ്റ്റിക് പ്ലേറ്റും ക്രോക്കറിയും തമ്മിലൊരു 200 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഒരു മാക്സിമം 100-200 രൂപയുടെ. മീൽസിൻ്റെ കൂടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ അബ്സല്യൂട്ട് തോൽവിയായിരുന്നു. ഈ സാധനം സ്ക്വിഡ് ഗീ റോസ്റ്റ് വെരി ഗുഡ്. ഈ സാധനം അത് സൂപ്പറായിരുന്നു. ഇത് ഡ്രൈ ആയിരുന്നു. ഇതിൻ്റെ ഒറിജിനൽ സാധനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കറി ഇത്രയും കഴിച്ചിട്ടും ഒരേ ഒരു കറിയാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. എന്നിട്ട് ഈ കറി ഓൾമോസ്റ്റ് എല്ലാം ബാക്കിയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ.
റിയലി ഗുഡ്. ഇതെൻ്റെ ഗ്ലാസ്സാണ്. ഇതിൽ നേരം വരെയായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിട്ടും ഒരാൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ബാംഗ്ലൂർ സ്റ്റൈൽ തവ ഫ്രൈയും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. പക്ഷേ ഒരിക്കൽ പല കാര്യങ്ങളും മറന്നു പോകും. ഞാനൊരു റവ ഫ്രൈ പറഞ്ഞിരുന്നു, അവരുണ്ടാക്കുന്നില്ലല്ലോ. ഇല്ല, മറന്നുപോയിട്ടുണ്ടാവും. ദ ഫിഷ് ഇസ് റിയലി ഗുഡ്. സാമ്പാറും സംഭവങ്ങളൊക്കെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ഈ മീൻ കഴിക്കുമ്പോൾ ഉടുപ്പിലെ തിമ്മപ്പിയും മംഗലാപുരത്തെ നാരായണിയും ഒക്കെ ഓർമ്മ വരും. പക്ഷേ ഇത്രയും നല്ല ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഇത്രയും മോശം മീൽസിൻ്റെ കറികൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? അത്രയും നല്ല അത്രയും നല്ല നീർദോശ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഇത് ഇങ്ങനെ കൊളാക്കാൻ പറ്റുന്നത്? അല്ലേ, ഇത് സ്പെക്ട്രത്തിൻ്റെ രണ്ടറ്റമല്ലേ? ഇതിന് എൻ്റെ അഭിപ്രായത്തിൽ ആംബിയൻസ് വൈസ് എല്ലാ രീതിയിലും കൊച്ചിയിലെ ബെസ്റ്റ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ആവാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. കാരണം അവരുടെ കയ്യിലുള്ള സീ ഫുഡ് ഇസ് റിയലി ഗുഡ്, ഫ്രഷ്, നൈസ്. ചില സാധനങ്ങളുടെ റെസിപ്പി വെരി ഗുഡ്. പക്ഷേ ചില സാധനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ചെറുതായിട്ട് ലേശം ഇത്രയേ വേണ്ടൂ. അതിന് ഫുൾ പൊട്ടൻഷ്യലുണ്ട്, ഞാൻ പറ്റും. കൊച്ചി ടൗണിൽ ആക്ച്വലി ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ചിട്ട്. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സെഹിയോണാണ് അല്ലേ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമെന്നാണ്. ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറയായിരുന്നു ചാള കഴിക്കാമെന്നുണ്ടാകുമ്പോൾ മറ്റേ ഹൈക്കോടതിയുടെ അവിടുത്തെ ചാളക്കടയിൽ പോകും. ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അല്ലേ, ഈ ചില സിനിമ പോലെ നമ്മളിങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കി ഇരുന്നിട്ട് ഒരാവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയൂലേ. പക്ഷെ ഇത് ഈസിയായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? ഈസി ആയിട്ട്. ഇതൊരു ഗംഭീര സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആവട്ടെ. എനിക്ക് ഇനിയും ഇവിടുന്ന് പിന്നെയും തിമിർത്ത് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുകയാണ്.